ഹലോ, കുറേ കാലമായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ട് അമ്മമ്മയുടെ അലമാരിയിൽ നല്ലൊരു സാരി കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, എടുത്തു കൊടുത്തു. പക്ഷേ ഉടുത്തതൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഞാൻ അയൺ ചെയ്തിട്ടില്ല, പ്രീപ്ലേറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ പോലെ 2-3 പിന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഉടുത്തു. സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു റീലെടുക്കൽ മസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. ആദ്യമായിട്ടാണ് ഞാനൊരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ വാങ്ങുന്നത്. ഇത് ഞാൻ റീസെൻ്റ്ലി ഇവിടെ അടുത്തുള്ളൊരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയൊരു ലിബാമാണ്. എൻ്റെ ചുണ്ട് നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു. ഒരു ന്യൂഡ് ഷെയ്ഡ് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്. 2 മാസമായിട്ടുണ്ടെങ്കിലും ഞാനിത് റെഗുലറായിട്ട് ഒരുപാട് എമൗണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടും ഉണ്ട്. എൻ്റെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എനിക്ക് ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതാൻ കഴിയില്ല. ഞാൻ നല്ല ശ്രമിച്ച് നോക്കി കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണാം, അട്ടർ ഫ്ലോപ്പായി പരിപാടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കണ്ണാടി പോയി എഴുതിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ ഞാൻ കണ്ണാടിയിൽ പോയി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ റീലെടുക്കാനല്ലേ, അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ ലിപ് ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അത് നല്ല തിക്കായിട്ട് ഇടുന്നത് കൊണ്ട് ലിപ് ലൈനർ പെട്ടെന്ന് അങ്ങോട്ട് വരയ്ക്കാൻ കഴിയില്ല. കുറച്ച് മെനക്കെടണം. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലുള്ള മേബ്ലിൻ്റെയും മാഴ്സിൻ്റെയും ഡാസ്ലറിൻ്റെയും 3-4 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് സെറ്റായി. ആ സന്തോഷത്തിൽ ഞാൻ വേഗം മസ്കാര എടുത്തിടാൻ തുടങ്ങി. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. ഞാൻ അങ്ങനെ മസ്കാര യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്കെന്തോ വാങ്ങണം തോന്നി, ഞാൻ വാങ്ങി ഇപ്പോൾ യൂസ് ചെയ്യുന്നു. പിന്നെ കണ്ണാടിയിൽ നോക്കി തന്നെ എൻ്റെ കണ്ണൊക്കെ സെറ്റാക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. നല്ലോണം വാലിട്ടൊക്കെ എഴുതി. എന്തോ എനിക്കിന്ന് വാലിട്ട് എഴുതാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ ഈ പൊട്ട് കുറേ കാലമായി എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു വെച്ചു. എനിക്കപ്പം ഓക്കെ ആയി തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ ഐഷാഡോ പാലറ്റാണ്. ഞാൻ അതിൽ നിന്ന് എനിക്ക് പറ്റിയൊരു ഷെയ്ഡ് എടുത്തിട്ടു. പിന്നെ മുടിയൊക്കെ ഒന്ന് ചീവുന്നുണ്ട്. ഞാൻ ജടയൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി. പക്ഷേ ഈ സാരി ഉടുത്തിട്ട് പിന്നെ മര്യാദയ്ക്ക് കുത്താത്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഒതുക്കി വച്ചിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ പൊട്ട് മാറ്റി ഗൈസ്. എനിക്കെന്തോ ആ പൊട്ട് അങ്ങനെ എന്തോ സെറ്റായി തോന്നിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോയിൽ നോക്കുമ്പോൾ എനിക്ക് ആ പൊട്ട് തന്നെയായിരുന്നു ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയത്? കമൻറ്റ് ചെയ്യട്ടോ. ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി. ഇനി കമ്മൽ എടുത്തിട്ടു. ഇതിലേക്ക് മാച്ചായ കമ്മലൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ കമ്മലുകളൊക്കെ പല സ്ഥലത്താണ്. അതുകൊണ്ട് കിട്ടിയ കമ്മലാണ് ഞാൻ എടുത്തിട്ടത്. അങ്ങനെ ഞാൻ കുപ്പിവള ഇട്ടു. ഈ കുപ്പിവള ഈ കഴിഞ്ഞൊരു ഉത്സവത്തിന് എനിക്ക് അമൃതേശി വാങ്ങി തന്നതായിരുന്നു. നല്ല മാച്ച് ഉണ്ടല്ലേ? ഇതിലേക്ക് കോംബോ ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഐഷാഡോൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കണമെന്ന് എന്നോട് ലച്ചു ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഒരു കുറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 കൂടി ആദ്യം വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ കുട്ടിപ്പട്ടാളം എന്നെ വളരെയധികം നിർബന്ധിച്ചത് കൊണ്ട് ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് പുഴയുടെ തീരത്തേക്ക് പോയി. അവിടെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് ആദ്യം എടുത്തു തരാമെന്ന് എന്നോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ധ്രുവിദിനെയും ആദിയെയും ലച്ചുവിനെയും കൂട്ടിയിട്ട് പുഴയുടെ അടുത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു 3 കൂടെ കൊണ്ടുപോകുമ്പോൾ നന്നായി സൂക്ഷിക്കണമെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷേ 3 കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യദുവിനെ. ആദ്യം ലച്ചും കുറച്ച് വലുതായതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ അവസാനം മോൾത്തമ്മ വരേണ്ടി വന്നു. ഇതിൻ്റെ റീല് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം.